നാളെ മുതൽ ഞാൻ എല്ലാം കറക്റ്റായി ചെയ്യും. ഈ വാചകം നിങ്ങൾ സ്വയം എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും? രാത്രി കിടക്കുമ്പോൾ നാളത്തെ ദിവസത്തെക്കുറിച്ച് വലിയ പ്ലാനുകളിടും. അലാറം 5 മണിക്ക് സെറ്റ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, വർക്കൗട്ട് ചെയ്യണം, ഒരു അടിപൊളി ഡേ പ്ലാൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സത്യം പറയൂ, പിറ്റേന്ന് രാവിലെ എന്താണ് നടക്കുന്നത്? ആ അലാറം സ്നൂസ് ചെയ്ത് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഇൻസ്റ്റഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ സമയം 9 മണി. അന്ന് രാത്രി വീണ്ടും അതേ കുറ്റബോധം. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവസ്ഥയാണിത്. എന്നാൽ ഒരു രഹസ്യം പറയട്ടെ, പരീക്ഷയിൽ ടോപ്പറാകുന്നവരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം IQ അല്ല, മറിച്ച് അവർ തങ്ങളുടെ 24 മണിക്കൂർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 18 മണിക്കൂർ പുസ്തകപ്പുഴുവാകാനല്ല ഞാൻ പറയുന്നത്. പകരം നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പോകുന്ന ഒരു സ്മാർട്ട് റുട്ടീനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പല വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് കൂടുതൽ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എപ്പോൾ പഠിക്കുന്നു എന്നതാണ് പ്രധാനം. ഒരു മരം വെട്ടുകാരൻ മൂർച്ചയില്ലാത്ത കോടാലി കൊണ്ട് ദിവസം മുഴുവൻ മരം വെട്ടുന്നതും ബുദ്ധിയുള്ള ഒരാൾ കുറച്ചു സമയം കോടാലി മൂർച്ച കൂട്ടി ബാക്കി സമയം കൊണ്ട് മരം വെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ കോടാലി എങ്ങനെ മൂർച്ച കൂട്ടണമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. മനോഭാവത്തിലെ മാറ്റം. പലരും വിചാരിക്കുന്നത് മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ വാസ്തവം അതല്ല. ഡിസിപ്ലിൻ ബീറ്റ്സ് മോട്ടിവേഷൻ. നിങ്ങളുടെ ഫോണിന് ചാർജ് ഇല്ലെങ്കിൽ അത് വെറുമൊരു കഷ്ണം ചില്ല് മാത്രമാണ്. അതുപോലെയാണ് നിങ്ങളുടെ തലച്ചോറും. കൃത്യമായ വിശ്രമവും സ്ട്രക്ചറും ഇല്ലെങ്കിൽ എപ്പോഴും ഹാങ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു റോബോട്ടിന്റെ ഷെഡ്യൂളല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിദ്യാർത്ഥികൾ തോറ്റുപോകുന്നത് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് സമയം എങ്ങനെ വിഭജിക്കണമെന്നറിയാത്തതുകൊണ്ടാണ്. ഒന്നുകിൽ അവർ അമിതമായി ജോലി ചെയ്ത് തളർന്നു പോകുന്നു, ബേൺഔട്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ സമയം കളയുന്നു. ഇതിനിടയിലുള്ള ആ ബാലൻസാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരവും കരുത്തുറ്റതായിരിക്കണം. അതിനായി നമ്മൾ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന ഓൺലൈൻ വീഡിയോ കോഴ്സിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പ്രൊഫഷണൽ രീതിയിൽ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മാർക്കറ്റിൽ 3999 രൂപ വില വരുന്ന ഈ പ്രീമിയം കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നേടാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് വെറും 89 രൂപയ്ക്ക് എടുക്കുന്നവർക്ക് ഈ 3999 രൂപയുടെ കോഴ്സ് ഫ്രീ ആയി ലഭിക്കും. വെറുമൊരു ചായ കുടിക്കുന്ന ചിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി തുടങ്ങാം. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഉടൻ തന്നെ ഈ ഗൈഡ് ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കരിയറിനൊപ്പം തന്നെ പേഴ്സണാലിറ്റിയും ബിൽഡ് ചെയ്യാം. ഇതൊരു സുവർണാവസരമാണ്. സ്റ്റെപ്പ് 1. ദ ഗോൾഡൻ മോർണിംഗ്. 5:30 AM to 8 AM. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് സ്വയം പീഡിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 5:30 to 7 ആണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നോട്ടിഫിക്കേഷനുകളുടെ ബഹളമില്ലാത്ത ആ സമയം നിങ്ങൾക്കുള്ളതാണ്. ഡോണ്ട് ടച്ച് യുവർ ഫോൺ. ഉണർന്നുടനെ ഫോൺ നോക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ 50 അപരിചിതരെ വിളിച്ചു കയറ്റുന്നതിന് തുല്യമാണ്. മറ്റൊരാളുടെ സ്റ്റാറ്റസോ മെസ്സേജോ നോക്കി നിങ്ങളുടെ ദിവസം തുടങ്ങരുത്. പകരം കുറച്ച് വെള്ളം കുടിക്കുക. ജനൽ തുറന്ന് പുറത്തെ വെളിച്ചം കണ്ണിലടിക്കട്ടെ. അത് നിങ്ങളുടെ ബ്രെയിനിന് ഉണരാനുള്ള സിഗ്നൽ നൽകും. ലൈറ്റ് മൂവ്മെന്റ്. ജിമ്മിൽ പോകണമെന്നില്ല. 5 മിനിറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ നടക്കുകയോ ചെയ്യുക. ശരീരത്തിലെ രക്തയോട്ടം കൂടുന്നത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സഹായിക്കും. നമ്മുടെ തലച്ചോർ ഒരു ഡിവൈസ് ആണെങ്കിൽ ശരീരം അതിൻ്റെ വൈഫൈ റൂട്ടറാണ്. റൂട്ടർ ഓൺ ആയാലേ ഡിവൈസ് വർക്ക് ചെയ്യൂ. ഈറ്റ് യുവർ ബ്രെയിൻ ഫുഡ്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. നിങ്ങളുടെ തലച്ചോർ ഗ്ലൂക്കോസാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. പഴങ്ങളോ മുട്ടയോ പോലെ ലളിതമായ ഭക്ഷണം കഴിക്കുക. ശരീരം നിർജ്ജലീകരണം സംഭവിക്കുമ്പോഴാണ് നമുക്ക് മടി അനുഭവിക്കുന്നത്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. സ്റ്റെപ്പ് 2. ഡീപ്പ് വർക്ക് സെഷൻ. 8 AM to 12 PM. രാവിലെ 1 മണിക്കൂർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്നത് രാത്രിയിലെ 3 മണിക്കൂറിന് തുല്യമാണ്. നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും ഷാർപ്പായിരിക്കുന്ന സമയമാണിത്. ദ ഹാർഡസ്റ്റ് ടാസ്ക് ഫസ്റ്റ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണോ അത് ഈ സമയത്ത് ചെയ്യുക. രാവിലെ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്ത് സമയം കളയരുത്. ദ പൊമഡോറോ ടെക്നിക്. 50 മിനിറ്റ് ഫുൾ ഫോക്കസിൽ പഠിക്കുക. 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിനിടയിൽ ഫോൺ തുടരുത്. പകരം ഒന്ന് എഴുന്നേറ്റ് നടക്കുകയോ കണ്ണുകൾക്ക് വിശ്രമം നൽകുകയോ ചെയ്യുക. സോഷ്യൽ മീഡിയയുടെ ഡോപ്പമിൻ ഹിറ്റ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ തകർക്കും. ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും പേർക്ക് നല്ല ഉറക്കം വരും. ദഹനം നടക്കുന്നതുകൊണ്ട് രക്തയോട്ടം വയറിലേക്കായിരിക്കും. അപ്പോൾ തലച്ചോർ അല്പം സ്ലോ ആകും.
ഈ സമയത്ത് വലിയ തിയറികൾ പഠിക്കാൻ നിൽക്കാതെ ആക്റ്റീവ് ലേണിംഗ് ചെയ്യുക. പവർ നാപ്പ്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കിടക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്യും. പക്ഷേ ഇത് 1 മണിക്കൂർ ഉറക്കമായി മാറാതെ നോക്കണം. പ്രാക്ടിക്കൽ വർക്ക്. അസൈൻമെന്റുകൾ എഴുതുക, റെക്കോർഡ് വർക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ പഴയ ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്യുക. തലച്ചോറിന് വലിയ ലോഡ് കൊടുക്കാതെ കൈകൾക്കും കണ്ണുകൾക്കും ജോലി നൽകുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാം. ഈവനിംഗ് എനർജി. പഠനം മാത്രം പോരാ, നിങ്ങളുടെ വ്യക്തിത്വം വളരാൻ മറ്റു കാര്യങ്ങളും വേണം. വൈകുന്നേരം നിങ്ങൾ ഫ്രീ ആകണം. ഫിസിക്കൽ ആക്ടിവിറ്റി. കുറച്ചുനേരം ഫുട്ബോൾ കളിക്കുകയോ നടക്കുകയോ ചെയ്യുക. ഇത് എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ക്രിയേറ്റീവ് ടൈം. ചിത്രം വരയ്ക്കുകയോ പാട്ടുപാടുകയോ പുതിയ എന്തെങ്കിലും പഠിക്കുകയോ ചെയ്യുക. പഠനം ഒരു ഭാരമായി തോന്നാതിരിക്കാൻ ഈ ഹോബികൾ സഹായിക്കും. ജീവിതമെന്നത് മാർക്ക് ലിസ്റ്റ് മാത്രമല്ല എന്ന് തിരിച്ചറിയുക. നൈറ്റ് റുട്ടീൻ ആൻഡ് ഡിജിറ്റൽ സൺസെറ്റ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം നിങ്ങളുടെ അടുത്ത ദിവസത്തെ നിശ്ചയിക്കുന്നു. പ്ലാൻ ടുമോറോ. നാളെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നാളെ പഠിക്കണമെന്നല്ല എഴുതേണ്ടത്, പകരം നാളെ കെമിസ്ട്രിയിലെ 2ാം ചാപ്റ്റർ തീർക്കണമെന്ന് കൃത്യമായി എഴുതുക. ഇത് നിങ്ങളുടെ ഉറക്കം കൂടുതൽ സുഖകരമാക്കും. നോ സ്ക്രീൻസ്. ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് ഫോൺ മാറ്റിവെക്കുക. ഫോണിലെ ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ഉറക്കത്തെ നശിപ്പിക്കും. മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം ഇത് തടസ്സപ്പെടുത്തും. ഉറക്കം ഒരു പ്രയോറിറ്റിയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നത് ഉറക്കത്തിലാണ്. 7-8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ഉറക്കം കളഞ്ഞുള്ള പഠനം വെറുതെ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്ക്രിപ്റ്റ് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു ഗൈഡ് മാത്രമാണ്. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് രാത്രി പഠിക്കുന്നതാകാം ഇഷ്ടം, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണമെന്നത് പ്രധാനമാണ്. മനസ്സിന് അമിത സമ്മർദ്ദം നൽകാതെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുക. വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാവില്ല, അവ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ് സംഭവിക്കുന്നത്. ഫൈനൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. കൺസിസ്റ്റൻസി ഓവർ ഇന്റൻസിറ്റി. പലരും ചെയ്യുന്ന തെറ്റ് 2 ദിവസം ആവേശത്തിൽ 15 മണിക്കൂർ പഠിക്കും, പിന്നെ ഒരാഴ്ച ഒന്നും ചെയ്യില്ല. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് ദിവസവും 4 മണിക്കൂർ വീതം സ്ഥിരമായി പഠിക്കുന്നത്. മഴ പെയ്യുന്നത് പോലെയാകണം നിങ്ങളുടെ പഠനം. പെട്ടെന്ന് പെയ്തു പോകുന്ന പേമാരിയല്ല, മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നൂൽ മഴ പോലെ. ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു മാറ്റമെങ്കിലും വരുത്തുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. പ്രത്യേക അറിയിപ്പ്, നമ്മുടെ ചാനലിലെ 300ഓളം വരുന്ന മെമ്പേഴ്സിന് ഞാൻ വലിയൊരു കയ്യടി നൽകുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് ഈ ചാനലിന്റെ കരുത്ത്. നിങ്ങൾ ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വെറും 89 രൂപയ്ക്ക് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ആ 300 പേരുടെ ഭാഗമാകാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മറക്കണ്ട, 3999 രൂപയുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ റുട്ടീൻ അടുത്ത 30 ദിവസം പിന്തുടരാൻ തയ്യാറാണോ? എങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഡിസിപ്ലിൻഡ്, സ്റ്റേ ഫോക്കസ്ഡ്.